കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ശബരിമല യുവതി പ്രവേശന വിഷയം വീണ്ടും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ വാദപ്രതിവാദങ്ങൾക്ക് വേദിയാവുകയാണ്. 2018 ചരിത്രപ്രധാനമായ വിധിക്ക് ശേഷമുണ്ടായ പുനഃപരിശോധനാ ഹർജികൾ 7 അംഗ 9 അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടതോടെ വിശ്വാസവും ഭരണഘടനാ മൂല്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശബരിമല കണ്ഠര് രാജീവർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, സംസ്ഥാന സർക്കാർ എന്നിവർ കോടതിയിൽ സ്വീകരിച്ച നിലപാടുകൾ കേസിന്റെ ഭാവിയിൽ നിർണായകമാണ്. ശബരിമല തന്ത്രി കണ്ഠര് രാജീവർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച വാദങ്ങൾ വിശ്വാസ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്നതാണ്. ശബരിമലയിലെ യുവതി പ്രവേശന വിലക്കെന്നത് കേവലം ഒരു ചട്ടമല്ല, മറിച്ച് ആ ക്ഷേത്രത്തിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട അനിവാര്യമായ മതാചാരമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാദങ്ങൾ ഇവയാണ്. ഒരു മതാചാരം അനിവാര്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ കോടതിക്ക് അധികാരമില്ല. മതം എന്നത് യുക്തിക്ക് അപ്പുറമുള്ള വിശ്വാസത്തിന്റെ മേഖലയാണ്. ഓരോ ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠയ്ക്ക് സവിശേഷമായ സങ്കല്പങ്ങളുണ്ട്. ശബരിമലയിലെ അയ്യപ്പൻ എന്ന സങ്കല്പത്തിലാണ് കുടികൊള്ളുന്നത്. ഈ സങ്കല്പത്തെ ബാധിക്കുന്ന ആചാരങ്ങളിൽ മാറ്റം വരുത്തുന്നത് പ്രതിഷ്ഠയുടെ ചൈതന്യത്തെ ബാധിക്കും. ഭരണഘടനാ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാൾക്ക് വിശ്വാസത്തിൽ നിലപാടെടുക്കാനാവില്ല. വിശ്വാസം എന്നത് തലമുറകളായി കൈമാറി വരുന്ന ആചാരങ്ങളിൽ അധിഷ്ഠിതമാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും നോക്കുമ്പോൾ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഭരണഘടനയുടെ നിയമങ്ങളും വ്യാഖ്യാനിക്കുമ്പോൾ ജനകോടികളുടെ വിശ്വാസത്തെ തള്ളിക്കളയാൻ കോടതിക്ക് കഴിയില്ലെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന് പറയാൻ കോടതിക്ക് ബുദ്ധിമുട്ടാണ് എന്ന ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണം കേസിൽ വിശ്വാസ സംഹിതയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യത്തെ കാണിക്കുന്നു. ഭക്തരായ സ്ത്രീകൾക്ക് തന്നെ ശബരിമലയിലെ വിലക്കിനെ അനുകൂലിച്ച് രംഗത്ത് വന്നതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റിസ് BV നാഗരത്ന നിരീക്ഷിച്ചതുപോലെ വിശ്വാസികളായ യുവതികൾ സ്വമേധയാ തന്നെ ക്ഷേത്രത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായാണ്. വിലക്കിനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം കൂടി കേൾക്കാതെ 2018 വിധി നിലനിർത്താനാവുമോ എന്ന ജസ്റ്റിസ് MM സുന്ദരേഷിന്റെ ചോദ്യം കേസിന്റെ പുനഃപരിശോധനയിലെ സുതാര്യത ഉറപ്പാക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശബരിമലയിലെ ആചാരങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു ബോർഡ് ഉന്നയിച്ച വാദങ്ങൾ ക്ഷേത്രത്തിന്റെ സവിശേഷതകളെ ഊന്നി പറയുന്നു. അയ്യപ്പനായതിനാൽ 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് വിലക്കുള്ളത്. ഇത് സ്ത്രീവിരുദ്ധതയല്ല, മറിച്ച് പ്രതിഷ്ഠാ സങ്കല്പത്തോടുള്ള ആദരവാണ്. ഇന്ത്യയിൽ ആയിരക്കണക്കിന് അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ശബരിമലയിൽ മാത്രമാണ് ഈ വിലക്കുള്ളത്. ഇതിൽ നിന്ന് തന്നെ ഇതൊരു പൊതുവായ സ്ത്രീവിരുദ്ധ നിലപാടല്ലെന്നും വ്യക്തമാണ്. 100 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ആചാരങ്ങളെ പെട്ടെന്നൊരു ദിവസം പൊതുതാൽപര്യ ഹർജിയിലൂടെ അട്ടിമറിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വാദിച്ചു. ക്ഷേത്രപ്രവേശന കാര്യത്തിൽ ആർക്കാണ് അധികാരമെന്ന കാര്യത്തിൽ സമുദായ സംഘടനകളും ദേവസ്വം ബോർഡും തമ്മിൽ നിയമപരമായ തർക്കങ്ങളുണ്ട്. ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തങ്ങളുടെ ആരാധനാലയങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അവകാശമുണ്ടെന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ വാദത്തെയും ദേവസ്വം ബോർഡ് ഭാഗികമായി എതിർത്തു. പൊതുക്ഷേത്രങ്ങളിൽ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ പേരിൽ ആരെയും തടയാനാവില്ലെന്ന് ബോർഡ് വ്യക്തമാക്കുമ്പോഴും ശബരിമലയിലെ പ്രത്യേക സാഹചര്യത്തിൽ ആചാരങ്ങൾ പാലിക്കപ്പെടണമെന്ന നിലപാടിൽ ബോർഡ് ഉറച്ചു നിൽക്കുന്നു. 2018 യുവതി പ്രവേശനത്തെ ശക്തമായി പിന്തുണച്ചിരുന്ന കേരള സർക്കാർ ഇപ്പോൾ കൂടുതൽ സമീപനത്തോടെയുള്ള നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. യുവതി പ്രവേശന വിഷയത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നതിന് പകരം മതപണ്ഡിതരുടെയും സാമൂഹിക നേതാക്കളുടെയും ഒരു സമിതി രൂപീകരിച്ച് അഭിപ്രായം തേടണമെന്ന ക്രിയാത്മകമായ നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചു. കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഭക്തരായ സ്ത്രീകളിൽ നിന്നുണ്ടായ വലിയ പ്രതിഷേധം സർക്കാർ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചു. വിശ്വാസികളുടെ വികാരം കൂടി പരിഗണിച്ച് മുന്നോട്ട് പോകാനാവൂ എന്ന യാഥാർത്ഥ്യം സർക്കാർ അംഗീകരിക്കുന്നു. ഈ കേസ് ആത്യന്തികമായി ചർച്ച ചെയ്യുന്നത് ഭരണഘടനയുടെ 14 അനുച്ഛേദനം, 15 അനുച്ഛേദനം എന്നിവയും 25-26 അനുച്ഛേദനങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ചാണ്. ഒരു വശത്ത് സ്ത്രീകളുടെ ആരാധനാ സ്വാതന്ത്ര്യം ഉയർത്തിക്കാട്ടുമ്പോൾ മറുവശത്ത് ഒരു മതവിഭാഗത്തിന് തങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. ശബരിമലയിലെ ലിംഗവിവേചനമല്ലെന്നും പ്രായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആചാരപരമായ നിയന്ത്രണം മാത്രമാണെന്നുമാണ് വിശ്വാസികൾ വാദിക്കുന്നത്. അടുത്ത ആഴ്ചയും കേസിന്റെ വാദം തുടരും. സുന്നി വഖഫ് ബോർഡ്, ദാവൂദി ബോറ വിഭാഗത്തിലെ ചേലക്കർമ്മം, പാഴ്സി സ്ത്രീകളുടെ ആരാധന അവകാശം തുടങ്ങിയ മറ്റ് മതപരമായ വിഷയങ്ങളായി ശബരിമല കേസിനെ ബന്ധിപ്പിച്ചാണ് 9 അംഗ ബെഞ്ച് പരിശോധിക്കുന്നത്. അതിനാൽ തന്നെ ശബരിമലയിലെ വിധി ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങളെയും ആചാരപരമായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഒന്നായിരിക്കും. ശബരിമല യുവതി പ്രവേശന കേസ് കേവലം സ്ത്രീകൾ മല കയറുന്നതിനെ കുറിച്ചുള്ള തർക്കമല്ല. ഇത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു സംസ്കാരത്തെയും വിശ്വാസത്തെയും ആധുനിക നിയമവ്യവസ്ഥ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിന്റെ പരീക്ഷണമാണ്. തന്ത്രിയുടെ നിലപാടും കോടതിയുടെ പുതിയ നിരീക്ഷണങ്ങളും സൂചിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ അസ്തിത്വത്തിനും ഭരണഘടനാപരമായ സംരക്ഷണം ലഭിക്കാനുള്ള സാധ്യതകളാണ്. യുക്തിയല്ല, മറിച്ച് വിശ്വാസമാണ് ക്ഷേത്രങ്ങളുടെ ആധാരമെന്ന വാദം കോടതി അംഗീകരിച്ചാൽ അത് ഭക്തർക്ക് വലിയ വിജയമാകും. വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്ന വാദപ്രതിവാദങ്ങൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായിരിക്കും.